ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോകളിലൂടെ പഠിച്ചിരുന്നു എങ്ങനെയാണ് നോഡിൽ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു നോർമൽ സെർവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് HTTP റിക്വയർ ചെയ്തിട്ട് ക്രിയേറ്റ് സെർവർ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്താണോ സ്റ്റേറ്റസ് കോഡ്, എന്താണ് കണ്ടന്റ് ടൈപ്പ്, അതേപോലെ റെസ്പോൺസിനകത്ത് എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ സെർവർ 3000 എന്ന് പറയുന്നത് പോർട്ട് ലിസൺ ചെയ്തു അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നോഡ് ആപ്പ് റൺ ചെയ്തു. നോഡ് ആപ്പ് റൺ ചെയ്തപ്പോഴത്തേന് നമുക്ക് ബ്രൗസറിൻ്റെ അകത്ത് ലോക്കൽ ഹോസ്റ്റ് 3000 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണോ റെസ്പോൺസിൽ എന്ന് പറഞ്ഞേക്കുന്നത് ആ വാല്യൂ നമുക്ക് ഹലോ വേൾഡ് എന്നുള്ള ഇവിടെ പ്രിന്റ് ആയി കിട്ടും അല്ലേ. ഇതുപോലെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നമുക്ക് നോഡ് മോൺ വെച്ചിട്ട് നമുക്ക് എന്താണ് ചേഞ്ചസ് എല്ലാം തന്നെ റിയൽ ടൈമായിട്ട് അപ്ഡേറ്റ് ആവുന്ന രീതിയിൽ നോഡ് മോൺ വെച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിനായിട്ട് നോഡ് മോൺ ഇൻസ്റ്റാൾ ചെയ്തു. അതേപോലെ സ്ക്രിപ്റ്റിന് അത് ഡവ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് നോഡ് മോൺ app.js റൺ ചെയ്തു. അപ്പോൾ നോഡ് മോൺ റൺ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, npm റണ്ണ് ഡവ് അല്ലേ. അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നോഡ് മോൺ വെച്ചിട്ട് ഇതേ app.js നമുക്ക് റണ്ണായി അത് റീലോഡ് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് തന്നെ കിട്ടിയിരുന്നു അല്ലേ. നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് എക്സ്പ്രസ് വെച്ചിട്ട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡ് ജെഎസിന്റെ ടോപ്പിൽ എഴുതിയേക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഒരു വെബ് ഫ്രെയിം വർക്കാണ് നോഡ് ജെഎസിന്റെ മുകളിൽ എഴുതിയേക്കുന്നതാണ്. അതൊരു എന്താ പറയുക, ഒരു കളക്ഷൻ ഓഫ് ടൂൾസ് അല്ലെങ്കിൽ അതിന്റെ കളക്ഷൻ ഓഫ് ഫീച്ചേഴ്സ് ആണ്. എന്തിനു വേണ്ടിയാണ്, വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്ന ഒരു കളക്ഷൻ ഓഫ് ഫീച്ചേഴ്സ് ആണ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെന്റ് ഈസി ആക്കുക, അതേപോലെ റൗട്ടിങ്, മിഡിൽ വെയർ, ടെംപ്ലേറ്റ് എഞ്ചിൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് ഈസി ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു റൗട്ടിങ്, അതായത് URL വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം /test എന്ന് കൊടുത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞ പേജിലേക്ക് പോകണം. അതായത് ഓരോ പേജിലേക്കും റീറൗട്ട് ചെയ്യുന്നത്, നമ്മുടെ റിക്വസ്റ്റിനെ റൗട്ട് ചെയ്യുന്നതിനാണ് റൗട്ടിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ റൗട്ടിങ് ഈസി ആക്കാനും മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. റൗട്ടിങ്, മിഡിൽ വെയർ, അതുപോലെ ടെംപ്ലേറ്റിംഗ് എഞ്ചിൻസ്, അതായത് നമുക്ക് പല ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റിംഗ് എഞ്ചിൻസ് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റിന്റെ ഡിസൈൻസും അങ്ങനെ കാര്യങ്ങൾക്ക് പല ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് പഗ് പോലുള്ള പല ടെംപ്ലേറ്റിംഗ് എഞ്ചിൻസ് ഉണ്ട്. ആ ടെംപ്ലേറ്റിംഗ് എഞ്ചിൻസ് ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എക്സ്പ്രസ് ഫ്രെയിം വർക്ക് വെച്ചിട്ട് പറ്റും. അതിനായിട്ടാണ് നമ്മൾ എക്സ്പ്രസ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഇതേ ഒരു ഫംഗ്ഷനാലിറ്റി, ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന ഇതേ ഫംഗ്ഷനാലിറ്റി നമുക്ക് എക്സ്പ്രസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പം മനസ്സിലാവും. ഞാൻ തൽക്കാലം ഇപ്പൊ ഇരിക്കുന്ന ഈ കോഡ് ഒന്ന് കമന്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഈ കോഡ് എഴുതാം. ഇത് ഞാൻ കമന്റ് ചെയ്തു. ഇതിന്റെ താഴെ തന്നെ നമുക്ക് എഴുതാം, എളുപ്പമായിരിക്കും അല്ലേ. നമ്മൾ ഫസ്റ്റ് എക്സ്പ്രസ് ആണ് നമുക്ക് റിക്വയർ ചെയ്യേണ്ടത്, HTTP അല്ല. റിക്വയർ എക്സ്പ്രസ്. ഓക്കെ, നമ്മൾ സെർവറിന് പകരം സെർവറിന് കൊടുത്താലും മതി, കോൺസ്റ്റന്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ് എന്ന് പറയുന്ന ഇത് കോൾ ചെയ്തു. ഓക്കെ, നമ്മൾ എക്സ്പ്രസിനെ എടുത്ത് കോൾ ചെയ്തു, ആപ്പ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തായിരുന്നു ചെയ്തിരുന്നത്, സെർവർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ അകത്തോട്ട് ക്രിയേറ്റ് സെർവർ ചെയ്തിട്ട് റിക്വസ്റ്റും റെസ്പോൺസും എല്ലാം എടുത്തിട്ട് സ്റ്റാറ്റസ് സെറ്റ് ചെയ്തു, അതുപോലെ ഹെഡർ സെറ്റ് ചെയ്തു, റെസ്പോൺസ് സെറ്റ് ചെയ്തു അല്ലേ. ഇതിന് പകരമായിട്ട് എക്സ്പ്രസിന് അത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ app.get കൊടുക്കുക, ഗെറ്റ് പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, app.get കൊടുക്കുക. ഇനി നമ്മുടെ റിക്വസ്റ്റ് റെസ്പോൺസ് ഇവിടുന്ന് ഡയറക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ ഫംഗ്ഷൻ എഴുതുക. ഇവിടെയാണ് ചേഞ്ചസ് നോക്കേണ്ടത്. അതായത് നമ്മൾ app.get കൊടുത്തു, response.send ജസ്റ്റ് അലോൺ ലെങ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ താഴെ ലിസൺ ചെയ്തോട്ട് തന്നെ, സെർവർ ലിസൺ ചെയ്തോട്ട് തന്നെ ഇതും ലിസൺ ചെയ്യുക. 3000 നമ്മുടെ പോർട്ട്. ഇനി ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, സെർവർ റണ്ണിങ് ഓൺ പോർട്ട് 3000. അപ്പൊ ഇതിന് പകരമായിട്ട് നമ്മൾ ഇത് ഇട്ടു അല്ലേ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. മോഡ്യൂൾ നോട്ട് ഫൗണ്ട്. എന്താണ് മോഡ്യൂൾ നോട്ട് ഫൗണ്ട്? എക്സ്പ്രസ്. നമ്മൾ ഫസ്റ്റ് എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് npm install എക്സ്പ്രസ് എന്ന് കൊടുക്കുക. എക്സ്പ്രസ് ഫ്രെയിം വർക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. എക്സ്പ്രസ് ഇൻസ്റ്റാൾ ആയി 4.19.2. നമ്മൾ നോഡ് മോൺ റൺ ചെയ്യുവാണ്. നമ്മുടെ നോഡ് മോൺ റൺ ആയി, എറർ ഒന്നും ഇല്ല. അത് കാരണം തന്നെ നമ്മൾ ബ്രൗസർ റിപ്പോർട്ട് നോക്കുന്നു, 3000 ഹലോ ഹലോ എന്ന് പറഞ്ഞ് ഇവിടെ കണ്ടോ. അപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്ത സെയിം ഫംഗ്ഷനാലിറ്റി എന്ത് വെച്ച് ചെയ്തു, എക്സ്പ്രസ് വെച്ച് ചെയ്തു. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇതും നമുക്ക് സെർവർ എന്ന് തന്നെ ആക്കാം. HTTPക്കകത്ത് റിക്വയർ HTTP കൊടുത്തു, അതിന് പകരം നമ്മൾ എക്സ്പ്രസ് കൊടുത്തു, എക്സ്പ്രസ് റിക്വയർ ചെയ്തു. എന്നിട്ട് സെർവർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് എക്സ്പ്രസ് നമ്മൾ എടുത്തു വെച്ചു അല്ലേ. ഇവിടെ ആയിരുന്നു സെർവർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് ക്രിയേറ്റ് സെർവർ HTTP ചെയ്തു, സെർവർ ഗെറ്റ്. ഇതാണ് എക്സ്പ്രസിന്റെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റൗട്ട്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, URL നമ്മൾ എടുത്തിട്ട് നമ്മൾ റിക്വസ്റ്റിനകത്തൊന്ന് URL എടുത്തിട്ട് ആ URL ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പാത്താണോ എന്ന് ചെക്ക് ചെയ്ത് വേണം നമുക്ക് അതിനകത്ത് കൊടുക്കാനായിട്ട് അല്ലേ. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സെർവർ ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് URLs കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു വേറൊരു URL കൊടുക്കുകയാണ്, ഹായ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാനിവിടെ നോഡ് മോൺ ഉള്ളതുകൊണ്ട് ഓട്ടോ റീസ്റ്റാർട്ട് ആവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, സെർവർ റണ്ണിങ് ഓൺ പോട്ട് റീസ്റ്റാർട്ടിംഗ് ഡ്യൂ ടു ചേഞ്ചസ് ഉള്ള കാരണം റീസ്റ്റാർട്ട് ആവുന്നു എന്ന് പറയുന്നു. റീസ്റ്റാർട്ട് ആയിട്ട് നോഡ് app.js ഇത് ഓട്ടോമാറ്റിക് ചെയ്തോളൂ. അതുകൊണ്ടാണ് നോഡ് മോണിന്റെ യൂസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കൊടുത്തത്, URL എന്ന് പറയുന്നത് ഹായ് ആയിരുന്നു കൊടുത്തത് അല്ലേ. ഇവിടെ ഹായ് കൊടുത്തു നോക്കി കണ്ടോ.
ഓട്ടോമാറ്റിക് ആയിട്ട് റൗട്ടിങ് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. നമ്മൾ നേരത്തെ 3 മെയിൻ യൂസസ് പറഞ്ഞായിരുന്നു അല്ലേ? ഒന്ന് റൗട്ടിങ്, രണ്ടാമത്തെ മിഡിൽ വെയർ, മൂന്നാമത്തെ ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ അല്ലേ? അപ്പൊ അതിനകത്ത് മെയിൻ ഒരു സാധനമാണ് പറഞ്ഞാൽ റൗട്ടിങ്. ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് റൗട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് സെർവർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് പാത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പാത്തിലേക്ക് നമുക്ക് റൗട്ട് ചെയ്ത് കിട്ടും. ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യണം, ഹെഡർ സെറ്റ് ചെയ്യണം, അതുപോലെ റെസ്പോൺസ് സെൻഡ് കൊടുത്ത് അതിനകത്ത് ഡേറ്റ എന്താണെന്ന് കൊടുക്കണം. ഇവിടെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് റെസ്പോൺസ് സെൻഡിൻ്റെ അകത്ത് നമുക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പ്രസ് ഹാൻഡിൽ ചെയ്തോളും. അതുകൊണ്ടാണ് നോഡിന്റെ ഫ്രെയിംവർക്കായ എക്സ്പ്രസ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇനി മിഡിൽ വെയറും അതേപോലെ ടെംപ്ലേറ്റിംഗ് എഞ്ചിനൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ പറയാം. അതേപോലെ നമുക്ക് മിഡിൽ വെയറോട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചെറിയ ചെറിയ പ്രോജക്ട്സുകൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോജക്ട്സുകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറെ കൂടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ആവും, കുറെ കൂടെ എളുപ്പത്തിൽ നോഡും എക്സ്പ്രസും പഠിക്കാനും പറ്റും. പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് പഠിച്ചോളും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പ്രോജക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോന്നോരോന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മിഡിൽ വെയർ എന്താണെന്ന് പഠിക്കാം. താങ്ക് യു.